ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ക്രിയേറ്റീവ് ടെക് ഗോ ചാർട്ടിംഗ് 5 പൈസ പവേർഡ് ബൈ മല്ലു മാർക്കറ്റ് പ്രൊഫൈൽ പ്രൊഫൈലിൻ്റെ ഒരു പുതിയൊരു വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഈ ആഴ്ച തീരുമാനിച്ച കാര്യമാണ്, നമ്മൾ പല കാര്യങ്ങളിലും ബാക്കിലോട്ട് പോകുന്നു. എന്തുവാണ് ഒരു കുറച്ച് ആൾക്കാർ കുറച്ച് ഒരു ഇതില്ല, എന്താണ് ഒരു അപ്രോച്ച് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് കുറേ ആൾക്കാർ എന്നെ വിളിച്ച് പറയുന്നു, സാർ എന്ത് പറ്റി എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. സോ കുറച്ച് കാര്യങ്ങൾ ചേഞ്ചസും കുറച്ച് കാര്യങ്ങളൊക്കെ ഓട്ടത്തിലായിരുന്നു എന്ന് മാത്രമാണ് അത് നടക്കാത്തത്. ഇപ്പം എല്ലാം ആയിരിക്കുന്നതുകൊണ്ട് ഞാൻ വിചാരിച്ചു വീഡിയോയുടെ സീരീസ് തുടങ്ങാമെന്ന് വെച്ചു. എന്താണ്, അതായത് മാർക്കറ്റ് പ്രൊഫൈലിനെ കുറിച്ചും ഓർഡർ ഫ്ലോയെ കുറിച്ചുള്ള കുറച്ച് എപ്പിസോഡ് കണക്കാക്കിയിട്ടുള്ള ഒരു സീരീസ് തുടങ്ങാൻ തീരുമാനിച്ചു. ആ എപ്പിസോഡിൽ ആദ്യത്തെ വീഡിയോ ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. എങ്ങനെ നമുക്ക് ഗോ ചാർട്ടിങ്ങിൽ മാർക്കറ്റ് പ്രൊഫൈലിനെ ഓർഡർ ഫ്ലോ സെറ്റിങ്സും ചെയ്യാമെന്ന് പറഞ്ഞുള്ള ഒരു എന്താണ് ചാർട്ടിൻ്റെ സെറ്റിങ്സിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നമ്മൾ ആദ്യത്തെ എപ്പിസോഡ് 1 ചെയ്യാൻ പോകുന്നത്. എല്ലാവർക്കും എൻ്റെ ഈ പുതിയ വീഡിയോ സീരീസിലേക്ക് ഏവർക്കും സ്വാഗതം. സോ ഗോ ചാർട്ടിങ് എന്താണ്? ഗോ ചാർട്ടിങ് ട്രേഡിംഗ് വ്യൂവിനെ പോലെ തന്നെ ഒരു ടെക്നിക്കൽ ഇൻഡിക്കേറ്റർ വാച്ച് ചെയ്യാനും നമുക്കൊരു ചാർട്ടിൽ കാണാൻ, ഒരു നിഫ്റ്റിയുടെയോ ബാങ്ക് നിഫ്റ്റിയുടെ എന്തിൻ്റെ ആയിക്കോട്ടെ ചാർട്ട് കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് ഗോ ചാർട്ടിങ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഗോ ചാർട്ടിങ് നിങ്ങൾ എടുക്കുന്നതിന് വേണ്ടിയിട്ട് ആദ്യം നിങ്ങൾ ഗൂഗിളിൽ പോയതിന് ശേഷം ഗോ ചാർട്ടിങ് എന്ന് പറഞ്ഞ സൈറ്റിൽ നിങ്ങൾ ആദ്യം ഗൂഗിളിലോട്ട് പോവുക. ഗൂഗിളിൽ പോയി നിങ്ങൾ ഗോ ചാർട്ടിങ് എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്ത് കൊടുത്താൽ ഗോ ചാർട്ടിങ്ങിൻ്റെ വിൻഡോ ഓപ്പൺ ചെയ്ത് വരും. ഇപ്പം നമ്മൾ പുതിയൊരു ട്രേഡിംഗ് വ്യൂവിൻ്റെ CEO ആണ് ഇപ്പം ഗോ ചാർട്ടിങ്ങിൻ്റെ CEO ആയിട്ട് വന്നത്. അപ്പം കുറച്ചും കൂടെ നല്ല രീതിയിലുള്ള അപ്ഗ്രഡേഷൻസും പല കാര്യങ്ങളൊക്കെ ഇനി ഗോ ചാർട്ടിങ്ങിന് വലിയ രീതിയിൽ സംഭവിക്കാൻ പോകുന്നത് കൊണ്ട് ഇത് ഇപ്പം ഏറ്റവും കൂടുതൽ പ്രോമിനൻ്റ് ആയിട്ട് നമ്മളെ ട്രേഡേഴ്സിൻ്റെ ഇടയിൽ ഗോ ചാർട്ടിങ് വരുന്നുണ്ട്. സോ ഈ ഗോ ചാർട്ടിങ്ങിൽ കയറിയതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് വേണമെങ്കിൽ ആദ്യം നിങ്ങൾക്ക് ഒരു സൈൻ ഇൻ എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. ഈ സൈൻ ഇൻ ഓപ്ഷനിൽ നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങളുടെ ജിമെയിൽ വെച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ സൈൻ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പിൾ ID വെച്ച് വേണമെങ്കിൽ സൈൻ ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഇവിടെ ഞാനിപ്പോൾ എനിക്ക് എൻ്റെതായ ഒരു ID ഉള്ളതുകൊണ്ട്, കമ്പനിയുടെ കുറച്ച് IDs കാര്യങ്ങളൊക്കെ എനിക്ക് ഉള്ളതുകൊണ്ട് ഞാനത് കണ്ടിന്യൂ ചെയ്ത് പോകുന്നുണ്ട്. ഇപ്പോൾ ഈ അക്കൗണ്ട് നിങ്ങൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾ സൈൻ ചെയ്ത് വരും. അപ്പം നമുക്ക് പ്രൈസിങ്ങിനകത്ത് നിങ്ങൾ പോയി കഴിഞ്ഞാൽ, പ്രൈസിങ്ങിൽ നിങ്ങൾ പോയി കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് ഇന്ത്യയുടെ US ഡേറ്റ കാണും. അപ്പം ഫ്രീ വേർഷൻ ഉണ്ട്, അതിൽ EOD മാത്രമേ കിട്ടുള്ളൂ. ഓർഡർ ഫ്ലോയുടെ ചാർട്ട് കിട്ടില്ല. ലൈറ്റ് വേർഷൻ ഉണ്ട്. ലൈറ്റ് വേർഷനിൽ നിങ്ങൾക്ക് എന്തൊക്കെ കിട്ടും? ഓർഡർ ഫ്ലോ ഓപ്ഷൻസിലെ ചാർട്ട് വരില്ല, ഓർഡർ ഫ്ലോ ചാർട്ട് വരില്ല, ബാക്കിയുള്ള കാര്യങ്ങൾ പ്രൊഫൈൽ ബേസിക്സ് മാത്രമേ കിട്ടുള്ളൂ. ഓർഡർ ഫ്ലോ കൂടെ ചേർത്ത് വരുന്നുണ്ടെങ്കിൽ 1260 രൂപ, 1499 ആണ് മന്ത്ലി വരുന്ന ബില്ല്. ഇത് അത്രയും ചാർട്ടുകൾ കിട്ടുന്നുണ്ട്. സോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്ന സമയത്ത്, ഫോർ എക്സാമ്പിൾ നമ്മളിവിടെ ബൈ നൗ എന്ന് വല്ലതും പറഞ്ഞു, ഇപ്പോൾ NSE MCXും ചേർത്തൊക്കെ ആണെങ്കിൽ 2100 രൂപ വെച്ച് ആവുന്നുണ്ട്. ഇവിടെ നിങ്ങൾ ബൈ നൗ കൊടുക്കുമ്പോൾ നിങ്ങളെല്ലാം ചേർത്ത് NSE MCX ചേർത്ത് USD ഡോളർ മാറ്റി ഇന്ത്യൻ റുപ്പി ആക്കി കഴിഞ്ഞാൽ മന്ത്ലി ഇത്ര രൂപ വരും. ഇവിടെ നിങ്ങൾ പ്രൊസീഡ് ചെക്കൗട്ട് കൊടുക്കുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ഒരു പ്രൊമോ കോഡ് കൊടുത്താൽ, ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞ ഒരു പ്രൊമോ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എത്ര % കിട്ടും? നിങ്ങൾക്ക് ഇതിപ്പോൾ എൻ്റെ കോഡ് തന്നെ എനിക്ക് അപ്ലൈ ആവാത്തതുകൊണ്ട് മാത്രമാണ് കാണാത്തത്. സോ ഇതിനകത്ത് പ്രൊമോ കോഡ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ആ കോഡ് ഇപ്പം ഞാനിപ്പോൾ വേറൊരു കാര്യം ചെയ്യാം. ഇവിടെ ജോയിൻ ചെയ്യുന്ന സമയത്ത് ഞാൻ എൻ്റെ വേറൊരു മെയിൽ ID വെച്ച് ലോഗിൻ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് അറിയാൻ പറ്റും. സൈൻ ഇൻ്റെ അവിടെ ഞാൻ എൻ്റെ ജിമെയിൽ വെച്ച് കയറുകയാണ്. അപ്പോൾ ഈ ജിമെയിൽ വെച്ച് കയറുമ്പം നമുക്ക് എന്ത് പറ്റും? നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. ഇവിടെ കയറുമ്പം നമുക്ക് എത്ര രൂപ % ആവുന്നുണ്ട്, ബാക്കിയുള്ള കാര്യങ്ങൾ. ഇപ്പോൾ ഇവിടെ നമുക്ക് പ്രൈസിങ്ങിൽ എടുത്തതിന് ശേഷം ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് NSE MCXും ഞാൻ ബൈ കൊടുക്കുകയാണ്. ബൈ കൊടുക്കുന്ന സമയത്ത് എനിക്ക് ഇവിടെ NSE MCX ഇന്ത്യ റുപ്പി കാണിക്കുന്നുണ്ട്. ഇയർലി മാറ്റി ഞാൻ എന്ത് ചെയ്തു, മന്ത്ലി കൊടുത്തതിന് ശേഷം ഇവിടെ ഞാൻ അത് പ്രൊസീഡ് ചെക്കൗട്ട് കൊടുത്ത് ഇവിടെ എൻ്റെ കോഡ് ഗ്രേറ്റ് ഗ്രേറ്റ് ഈഗിൾ കൊടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് എത്ര % ഓഫർ കിട്ടും? നിങ്ങൾക്ക് 20%. അപ്പം നേരത്തെ എത്ര 2500 രൂപ കടന്ന് 2360 ഓഫർ, നിങ്ങൾക്ക് 20% ഓഫർ കിട്ടി നിങ്ങൾക്ക് ഇതിനെ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അപ്പം എൻ്റെ ഈ കോഡ് കൊടുക്കുക ഒരിക്കലും മറക്കാതിരിക്കുക. ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞ കോഡാണ് കൊടുക്കേണ്ടത്. ഇത് സൈനപ്പ് ചെയ്യാനുള്ള നിങ്ങളുടെ ലിങ്ക് ഞാൻ ഇതിൻ്റെ വീഡിയോയിൽ അണ്ടറിലേക്ക് ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അത് ആ വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. അത് കൃത്യമായിട്ട് എടുത്ത് നിങ്ങൾ എന്ത് ചെയ്യുക, അത് എടുക്കാൻ വേണ്ടി കൃത്യമായിട്ട് ഫോക്കസ് ചെയ്യുക. ഞാനിനി സൈൻ ഔട്ട് ചെയ്തതിനു ശേഷം എൻ്റെ പഴയ ഇതിൻ്റെ അടിയിലേക്ക് ഞാൻ
എന്താണ് പഴയ ഐ ഡിയിലേക്ക് കൊടുക്കാം. സോ അത് കുറച്ചും കൂടെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കും വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വരും. സോ അത് ഞാൻ കൊടുത്തിട്ട് നമ്മൾ ഇപ്പം മെയിൽ ഐ ഡി അറിയാം, അപ്പോൾ ഞാൻ കൊടുത്തു. ആ മെയിൽ ഐ ഡി കൊടുത്തതിന് ശേഷം ഞാൻ എന്ത് ചെയ്തു, പാസ്വേഡ് മാറ്റി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ പാസ്വേഡും കൊടുത്തതിന് ശേഷം എന്താണ് എനിക്ക് കണ്ടിന്യൂ കൊടുത്തു, ഞാനത് ലോഗിൻ ചെയ്തു. അപ്പോൾ ലോഗിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ ചാർട്ട്സിൽ പോവുക. പ്രോഡക്ട്സിൽ നിങ്ങൾ ചാർട്ട്സ് ക്ലിക്ക് ചെയ്യുമ്പം ചാർട്ട്സ് ആദ്യമായിട്ട് കയറി വരും. ഇപ്പോൾ ചാർട്ട്സ് ആദ്യമായിട്ട് കയറി വരുമ്പോൾ ഇതിനകത്ത് ഞാൻ ഒരു പ്ലെയിൻ ചാർട്ടുമില്ല, ഞാനിതെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞതിന് ശേഷം ജസ്റ്റ് ഇതാണ് നമ്മളെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ട് ഇങ്ങനെ ഓപ്പൺ ആയി വരികയാണ്. സോ ഇതാണ് നമ്മളെ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടായിട്ട് ഇങ്ങനെ ഓപ്പൺ ആയി നിഫ്റ്റിയുടെ നിങ്ങളെ ഫ്യൂച്ചർ ആയിക്കോട്ടെ എന്ത് വേണം, ഞാനിപ്പോൾ നിഫ്റ്റിയുടെ സ്പോട്ടാണ് കാണിക്കുന്നത്. ഇത് നമ്മുടെ ചാർട്ട്, ഇതിപ്പോൾ ഇതൊരു ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ ചാർട്ടായിട്ട് ഇങ്ങനെ ഓപ്പൺ ചെയ്ത് വരുന്നതാണ് മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട്സ്. സോ ഇതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ സെറ്റിങ്സ് എടുക്കണം, ബാക്കിയുള്ള കാര്യത്തിനൊക്കെ കുറിച്ച് ആഡ് ചെയ്യുന്ന വീഡിയോ ആണ്. ആദ്യത്തെ വീഡിയോയ്ക്ക് ഫസ്റ്റ് പാർട്ടിലേക്ക് വരുന്നത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ സെറ്റിങ്സ് എങ്ങനെ ചെയ്യണം അത് കൃത്യമായിട്ട് പറഞ്ഞുള്ള വീഡിയോ ആയിരിക്കും. ഇതിൻ്റെ സെക്കൻഡ് സീരീസിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഓർഡർ ഫ്ലോയെ കുറിച്ചും പറയുന്നത്. അപ്പോൾ സോ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം, മാർക്കറ്റ് പ്രൊഫൈലിലെ സെറ്റിങ്സ് കൃത്യമായിട്ട് കിടക്കാം. സോ നമ്മൾ എന്ത് ചെയ്യുക, നേരെ ചാർട്ട്സിനകത്ത് പോവുക, ഇതിനെ നമ്മൾ സ്റ്റഡി എടുക്കുക. സ്റ്റഡിക്കകത്ത് ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ മാർക്കറ്റ് പ്രൊഫൈൽ എന്ന് പറഞ്ഞാൽ ടിക്കിന് പകരം നിങ്ങൾ മാർക്കറ്റ് പ്രൊഫൈൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് പറ്റും, ഇങ്ങനൊരു കാര്യം ഓപ്പൺ ചെയ്യും. എപ്പോഴും മാർക്കറ്റ് പ്രൊഫൈൽ ട്രേഡേഴ്സ് ഓർക്കേണ്ട ഒരു കാര്യം, നമുക്ക് 30 മിനിറ്റ്സ് ടൈം ഫ്രെയിമിൽ സിസ്റ്റത്തിൽ മാത്രമേ മാർക്കറ്റ് പ്രൊഫൈൽ വർക്ക് ആവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും കൃത്യമായിട്ട് 30 മിനിറ്റ്സ് എന്ന് പറഞ്ഞ ടൈം ഫ്രെയിം തന്നെ വയ്ക്കാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ഇവിടെ മാർക്കറ്റ് പ്രൊഫൈൽ ഓൺ ആക്കിയിട്ടുണ്ട്, അതിന് മുകളിൽ ഞാൻ ഈ ഓഫ് ആക്കി വെച്ചു. കാരണം ഇനി ക്യാൻഡിൽ സ്റ്റിക്കിനെ ഞാൻ അങ്ങ് കണ്ണിന് അടച്ചു വെച്ചു. സോ മാർക്കറ്റ് പ്രൊഫൈലിലെ ചാർട്ട്സ് വന്നു. ഇതിനകത്ത് എന്തൊക്കെ സെറ്റിങ്സ് നമുക്ക് ചെയ്യണമെന്ന് പറയുമ്പോൾ ഈ മാർക്കറ്റ് പ്രൊഫൈൽസിൻ്റെ ഈ സെറ്റിങ്സിൽ ലെഫ്റ്റ് സൈഡിൽ ഹൈഡിൻ്റെ അവിടെ സെറ്റിങ്സ് കാണും. ഈ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്യുമ്പോൾ എപ്പോഴും ഓർത്തുകൊള്ളുക, ഇൻഡെക്സുകൾക്ക് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ് എന്നൊക്കെ പറയുന്ന ഇൻഡെക്സുകൾക്ക് എപ്പോഴും ഓട്ടോ TPO മോഡ് വയ്ക്കുന്നതിന് പകരം അതിനെ ഓഫാക്കിയതിന് ശേഷം 9 എന്ന് പറഞ്ഞ TPO സൈസ് വേണം വയ്ക്കാൻ. എന്താണ് ഇൻഡെക്സുകൾ നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പിനൊക്കെ എപ്പോഴും ഓട്ടോ TPO ഓഫ് ആക്കണം. ഇവിടെ ഓട്ടോ TPO ഓഫ് ആക്കിയിട്ട് 9 സിസ്റ്റം ഇതിൻ്റെ താഴേക്ക് വന്ന് ഓട്ടോ ഓഡ് വേണം, ഹൈഡ് ലെറ്റർ വേണം, ബോഡി ഓഫ് ചെയ്യേണ്ട, TPO കൗണ്ട് ഓൺ ആക്കി വെക്കണം. എപ്പോഴും TPOയുടെ കൗണ്ട് നമ്മൾ ഓൺ ആക്കി വെക്കണം. എന്നിട്ട് വാല്യൂ ഒരു 70% തന്നെ വെച്ചാൽ മതി. എന്നതിന് ശേഷം നമ്മളെ പ്രൊഫൈലിൻ്റെ അവിടെ നമ്മളെ POCയുടെ അവിടെ POC ക്ലിക്ക് ചെയ്യുമ്പം അവിടെ ഈ നമ്മളെ POCയുടെ കളർ നിങ്ങൾക്ക് അറിയാം. ഞാൻ എപ്പോഴും ഈ മഗ്നീറ്റ കളർ, അതായത് ഒരു ഓറഞ്ച് റെഡും അല്ലാത്തൊരു ഒരു പിങ്ക് റെഡും അല്ലാത്തൊരു കളറാണ് ഞാൻ എപ്പോഴും വെക്കാറുള്ളത്. ഇനിഷ്യൽ ബാലൻസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഓഫ് ചെയ്യാം, ഇല്ലെങ്കിൽ ഓണാക്കി വെക്കാം. ഓഫാക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്, കാണുമ്പോൾ അറിയാമല്ലോ, ഈ ഒരു ലൈൻ, നീല ലൈൻ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് വരുന്നുണ്ട്. അത് കൃത്യമായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിട്ടേക്കുക. സിംഗിൾ പ്രിൻ്റ് എപ്പോഴും മാർക്ക് ചെയ്ത് വെക്കുക. സിംഗിൾ പ്രിൻ്റിൻ്റെ കളറിന് ഞാൻ എപ്പോഴും യെല്ലോ ആണ് വയ്ക്കുന്നത്. സിംഗിൾ പ്രിൻ്റ് മാർക്ക് ചെയ്ത് അതിൻ്റെ സിംഗിൾ കളർ ഓപ്പൺ ചെയ്ത് വെക്കുക. പവർ ഹൈ പവർ ലോ ഓപ്പൺ ചെയ്യേണ്ട ആവശ്യമില്ല. വോളിയം പ്രൊഫൈൽ ഓണാക്കി വെക്കുക. എപ്പോഴും ഓർത്ത് വെച്ചേക്കുക, വോളിയം പ്രൊഫൈൽ എപ്പോഴും ഓണാക്കി വെക്കണം. കാരണം വോളിയം പ്രൊഫൈലിലെ POC മാർക്കറ്റ് പ്രൊഫൈലിലെ POCയും വളരെ ഇമ്പോർട്ടൻ്റ് ഉണ്ട്. അത് തമ്മിലൊരു ട്രേഡ് സെറ്റപ്പ് ആക്ച്വലി അത് വർക്കാവുന്നുണ്ട്, കൃത്യമായിട്ട് വർക്കാവുന്നുണ്ട്. നമ്മളെ മൊമെൻ്ററി ബാച്ചുകാർക്ക് കൃത്യമായിട്ട് അറിയാം. അത് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ POCയും വോളിയം പ്രൊഫൈലിൻ്റെ POCയുടെ വച്ചുള്ള ട്രേഡ് സെറ്റപ്പ് എന്താണെന്ന്. അപ്പോൾ അതിനുവേണ്ടി അത് മാത്രം ഓണാക്കി വെക്കുക. അത് വോളിയം പ്രൊഫൈൽ സ്റ്റൈൽസ് ഷോ ആക്കി വയ്ക്കുക. എന്നിട്ട് സെഷൻ കോമ്പോസിറ്റ് അല്ല, സെഷൻ ഓഫ് ആക്കുക. ഇത്രയും കാര്യങ്ങൾ ചെയ്തതിന് ശേഷം താഴെ വന്ന് നമുക്ക് എന്ത് ചെയ്യുക, ലാസ്റ്റ് വാല്യൂ ഓൺ ആക്കി വെക്കുക. ലാസ്റ്റ് വാല്യൂ ഓൺ ആക്കി വെച്ചാൽ കുഴപ്പമില്ല, ഇല്ലെങ്കിലും കുഴപ്പമില്ല. സോ ലാസ്റ്റ് വാല്യൂ ഉണ്ടെങ്കിൽ കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ലാസ്റ്റ് വാല്യൂ ഇല്ലെങ്കിൽ അത് കുറച്ചും കൂടെ എന്താണ്, നിങ്ങൾക്ക് ലാസ്റ്റ് ട്രേഡ് ചെയ്ത് മാർക്കറ്റ് ക്ലോസ് ചെയ്തെന്ന് അറിയാൻ വേണ്ടിയാണ് ഈ ലാസ്റ്റ് വാല്യൂ വയ്ക്കുന്നത്. സോ അത് കുറച്ചും കൂടെ വെച്ചാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിരിക്കും. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഓട്ടോ TPO സ്റ്റോക്കുകൾക്ക്, അതായത് HDFC അങ്ങനെയുള്ള സ്റ്റോക്കുകൾക്കെല്ലാം ഓട്ടോ TPO മോഡ് ഓൺ ആയിരിക്കണം. ഓട്ടോ TPO ഓഫ് ആയിരിക്കണം നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, മിഡ് ക്യാപ്പ്, സെൻസെക്സ് ഇങ്ങനെയുള്ള ഇൻഡെക്സുകൾക്ക്. പിന്നെ ബാക്ക്ഗ്രൗണ്ട് എപ്പോഴും ഓൺ ആക്കി വെച്ചേക്കുക. അതിനുശേഷം താഴേക്ക് വരുമ്പോൾ എന്താണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ POC അതിനൊന്ന് ക്ലിക്ക് ചെയ്ത് വെക്കുക. PPOക്ക് ആവശ്യമില്ല, POC മാത്രം മതി. പിന്നെ മാർക്കറ്റ് പ്രൊഫൈൽ വാല്യൂ ഓൺ ആക്കി വെക്കുക. POCയുടെ കളർ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കുക. സിംഗിൾ പ്രിൻ്റ് ഓൺ ആക്കിയിരിക്കുക. അത് ഞാൻ യെല്ലോ കളറാണ് കൊടുത്തേക്കുന്നത്. പിന്നെ വോളിയം പ്രൊഫൈൽ സൈസിൽ ഷോ ഓൺ ആക്കുക, കോമ്പോസിറ്റ് ഓൺ ആക്കുക. താഴേക്ക് വന്നതിന് ശേഷം വാല്യൂ ഏരിയ 70% തന്നെ വെച്ചേക്കുക. എന്നിട്ട് താഴെ ലാസ്റ്റ് വാല്യൂ ഓൺ ആക്കുക. സെറ്റിങ്സ്
വെച്ചേക്കുക. ഇതാണ് മാർക്കപ്പ് പ്രൊഫൈൽ. നിങ്ങൾ മുകളിലോട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ ഓണായി വരും, താഴോട്ട് ഇങ്ങനെ ആക്കിയാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഭംഗിയായിട്ട് കാണാൻ പറ്റും. ഇതായിരിക്കണം മാർക്കപ്പ് പ്രൊഫൈൽ സെറ്റിംഗ്സ്. ഇതിൻ്റെ കൂടെ നിങ്ങൾ ഒരു കാര്യങ്ങൾ ആഡ് ചെയ്യണം. ഇതാണ് സ്റ്റഡിക്കകത്ത് പോയതിനു ശേഷം വി വാപ്പ് എന്ന് പറഞ്ഞ ഇൻഡിക്കേറ്റർ വി വാപ്പ് ആഡ് ചെയ്യുക. എപ്പോഴും വി വാപ്പ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വി വാപ്പ് എപ്പോഴും ഓർത്തോളുക. വി വാപ്പ് ഹൈ ലോ ക്രോസ് വെച്ചിനെ വെച്ച് ആഡ് ചെയ്യുക. ആങ്കേഡ് വി വാപ്പ് ഒന്നും വയ്ക്കേണ്ട, പകരം നോർമൽ വി വാപ്പ് വെച്ചാൽ മതി. ഇങ്ങനെ വെച്ചിട്ട് അപ്ലൈ കൊടുക്കുക. വി വാപ്പ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ വി വാപ്പിൻ്റെ ആ ഒരു ചാർട്ടും കൂടെ ഇവിടെ ഓപ്പൺ ആയി തരാം. സ്റ്റോക്സിന് ഫ്യൂച്ചേഴ്സിന് മാത്രമേ ഉള്ളൂ, ഇപ്പോൾ ഇൻഡെക്സിന് വി വാപ്പ് കാണിക്കുന്നില്ല. സോ ഫ്യൂച്ചേഴ്സ് നിങ്ങൾ എടുക്കുമ്പോൾ ഫ്യൂച്ചേഴ്സിനകത്ത് കണ്ടോ ആ വി വാപ്പ് കൃത്യമായിട്ട് വന്നു. വി വാപ്പിൻ്റെ കനം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി എന്ത് ചെയ്യുക, അപ്പിയറൻസിനകത്ത് കനം ഒന്ന് കുറയ്ക്കാൻ വേണ്ടി സാധനം ചെറുതാക്കിയെന്ന് വയ്ക്കുക. കൃത്യമായിട്ട് ഒന്ന് ചെറിയ ഇൻഡിക്കേറ്റർ ആക്കി വെച്ചേക്കുക, കനം കുറയും. ഇപ്പം നിങ്ങൾക്ക് കുറച്ചും കൂടെ അറിയാൻ പറ്റും. ഞാൻ വി വാപ്പിൻ്റെ കളർ ഞാൻ പച്ചയ്ക്ക് വരെ നല്ലൊരു ഗ്രീനിഷാണ് ഞാൻ കൊടുക്കുന്നത്. അപ്പോൾ കുറച്ചും കൂടെ ഈസി ആയിട്ട് അറിയാൻ വേണ്ടി ഞാൻ പക്ക ഗ്രീനിഷ് ആയിരിക്കും കൊടുക്കുന്നത്. ഇതായിരിക്കും ഒരു വി വാപ്പ് ഫ്യൂച്ചേഴ്സിലും അത് ഓപ്ഷനില്ല. അപ്പോൾ എപ്പോഴും ഓർത്തോളൂ, ഓട്ടോ TPO മോഡ് ഓഫ് ആക്കിയിട്ട് മാത്രമേ സ്റ്റോക്ക് ഇൻഡെക്സിന് പോകാവുള്ളൂ. ഇപ്പം ഞാൻ അതേ പറയുന്ന സമയത്ത് നിങ്ങൾ ICICI ബാങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വൃത്തിയായിട്ട് രീതി വരുന്നുണ്ട്. എന്തുകൊണ്ടാണ്? ഓട്ടോ TPO മോഡ് ഓഫ് ആയിരിക്കുകയാണ്. അപ്പോൾ സ്റ്റോക്കുകൾക്ക് പോകുന്ന സമയത്ത് എപ്പോഴും ഓട്ടോ TPO മോഡ് ഓഫ് ആക്കി കഴിഞ്ഞാൽ കണ്ടോ ഇത് ക്ലാരിറ്റി ആയിട്ട് വരുന്നത് കണ്ടോ, കുറച്ചുകൂടി ഈസിയായി നിങ്ങൾക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ. അപ്പോൾ എപ്പോഴും ഓർത്തോളൂ, സ്റ്റോക്കുകൾക്ക് പോകുമ്പോൾ ഓട്ടോ TPO മോഡ് ഓൺ ആക്കിയിരിക്കണം. പക്ഷേ ഇൻഡെക്സുകൾക്ക് പോകുമ്പോൾ ഓട്ടോ TPO മോഡ് ഓഫ് ആക്കി വച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ വേണ്ടി, മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി. ഇത്രയേ ഉള്ളൂ നമ്മൾ മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റിങ്സിന് വേണ്ടി ഓർക്കേണ്ട കാര്യങ്ങൾ. ഇത് കൃത്യമായിട്ട് ഓർത്ത് വെച്ച് നിങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഈസി ആയിട്ട് കാര്യങ്ങൾ അറിയാനും പഠിക്കാനൊക്കെ പറ്റും. സോ ഫ്യൂച്ചേഴ്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓഫ് ചെയ്ത് വേണമെങ്കിലും വയ്ക്കാം, കുഴപ്പമൊന്നുമില്ല. ഇവിടെ മാർക്കറ്റ് പ്രൊഫൈലിൽ ഓട്ടോ TPO ഓഫ് ചെയ്ത് വയ്ക്കാം. അപ്പോൾ ചാർട്ട് കുറച്ചും കൂടെ നിങ്ങൾക്ക് സ്ട്രീം ലൈൻ ചെയ്ത് ചെറുതായിരിക്കും. പക്ഷേ ഞാൻ എപ്പോഴും നമുക്ക് ഫെയിൽഡ് ഓപ്ഷൻ അങ്ങനെയുള്ള കുറേ സെറ്റപ്പുകൾ മാർക്കറ്റിൽ വന്നിട്ടുണ്ടോ ഇല്ലയെന്ന് അറിയണമെങ്കിൽ എപ്പോഴും ഒരു 10 പൈസ താഴേക്ക് പോയി മാർക്കറ്റ് IBക്ക് താഴെ പോയാലും അത് തിരിച്ച് മാർക്കറ്റ് ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഫെയിൽഡ് ഓപ്ഷൻ ആവാനുള്ള ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ ഓട്ടോ TPO മോഡ് ഓഫ് ആക്കി വെച്ചിട്ട് ഇൻഡെക്സുകൾക്ക് ഉപയോഗിക്കുന്നതും. സ്റ്റോക്കുകളിലേക്ക് പോകുമ്പോൾ എന്ത് ചെയ്യുന്നു, ഓട്ടോ TPO മോഡ് ആക്റ്റീവ് ആക്കി വെച്ചുകൊണ്ട് മാർക്കറ്റ് ചെയ്യുന്നത്. ഇതാണ് ഇത്രയും കാര്യങ്ങളാണ് മാർക്കറ്റ് പ്രൊഫൈലിൻ്റെ കാര്യത്തിലേക്ക് നിങ്ങൾ ഓർക്കേണ്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ. ഇത് ക്ലിയർ ആയെന്ന് വിചാരിച്ചതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നു, നമുക്ക് ഓർഡർ ഫ്ലോയിലേക്ക് പോവാം. ഇപ്പോൾ ഓർഡർ ഫ്ലോ ചാർട്ട്സ് ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു, ഞാൻ ഇതിൻ്റെ മാർക്കറ്റ് പ്രൊഫൈലൊക്കെ ഡിലീറ്റ് ചെയ്യുന്നു, എല്ലാം ഡിലീറ്റ് ചെയ്തു. ഇനി നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കും ഇത് മാത്രം ഓണാക്കിയുള്ളൂ. ഓർഡർ ഫ്ലോയിലേക്ക് പോകുമ്പോൾ എപ്പോഴും അത് ഇംബാലൻസിൻ്റെ ട്രേഡ് സെറ്റപ്പാണ്. ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇംബാലൻസ്. അപ്പോൾ നമ്മൾ ക്യാൻഡിൽ സ്റ്റിക്കിൻ്റെ സെറ്റിങ്സിനാണ് ഇവിടെ എന്ത് ചെയ്യണം, ഈ ഇവിടെ പോയി ഇംബാലൻസ് ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ക്ലിയർ ആണല്ലോ. ഇതിപ്പോൾ എനിക്ക് വരാത്തതുകൊണ്ടാണ് ഇംബാലൻസ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇംബാലൻസ് ക്ലിക്ക് ചെയ്ത് വെക്കുക. ഇംബാലൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമുള്ള കാര്യങ്ങളെന്ന് പറയുമ്പോൾ ഇംബാലൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഇനി ഇംബാലൻസ് ക്ലിക്ക് ചെയ്തു. ഇംബാലൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മൾ ഈ ഇംബാലൻസിൻ്റെ സെറ്റിങ്സിലേക്ക് പോവുക. അപ്പോൾ ഇംബാലൻസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും. ഇതിനിങ്ങനെ വലുതാക്കി പോകുമ്പോൾ നമുക്ക് എന്ത് കാണാൻ പറ്റും, നമ്മളെ ഇവിടെ ബ്ലോക്ക് മാറി വരുന്നു. എപ്പോഴും ഓർത്തുള്ളൂ, ബ്ലോക്ക് 2 ആണ് എപ്പോഴും ഒരു ഓർഡർ ഫ്ലോ ട്രേഡിന് ഏറ്റവും അഭികാമ്യമായ ഒരു കാര്യം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ ഓർഡർ ഫ്ലോ ഇങ്ങനെ വലുതാക്കി പോകുമ്പോൾ ഇത് ബ്ലോക്ക് 2ലേക്ക് മാറിയിട്ടുണ്ട്. സോ റൈറ്റ് സൈഡിൽ നമ്മളിങ്ങനെ സ്ട്രെച്ച് ചെയ്ത് പോകുമ്പോൾ നമുക്ക് എന്തായാലും എന്തിലേക്ക് പോകും, കുറച്ച് കഴിയുമ്പോൾ ഇത് ബ്ലോക്ക് 2ലേക്ക് മാറും. അല്ലെങ്കിൽ അത് സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചെയ്യാം. സോ ഓർഡർ ഫ്ലോ ഇത് നമ്മൾ ഇംബാലൻസ് സോൺ ആഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, അപ്ഗ്രേഡ്. ഇപ്പോൾ എൻ്റെത് പ്ലാൻ ഇപ്പോൾ ആക്റ്റീവായി മീൻസ് എൻ്റെത് അവർ എനിക്ക് തരുന്ന പ്ലാൻ ആയതുകൊണ്ട് എനിക്കിത് അപ്ഗ്രേഡേഷൻ കൊടുത്തിട്ട് ഇതുവരെ മാറ്റിയതാണ് കാണാത്തത്. സോ ഇവിടെ റൈറ്റ് സൈഡിൽ സെറ്റിങ്സിന് അവിടെ പോകുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്കൊരു ഓർഡർ ഫ്ലോ എന്ന് പറഞ്ഞ കാണാം. ഈ ഓർഡർ ഫ്ലോയ്ക്കകത്ത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഓട്ടോ മോഡ് എപ്പോഴും ഓണാക്കുക, ഫോർമാറ്റ് വോളിയം എപ്പോഴും ഓണാക്കുക, ഓട്ടോ ലോഡ് സൈസ് എപ്പോഴും ഓണാക്കുക. ഇത് 3 കാര്യങ്ങളും കൃത്യമായിട്ട് ഓണാക്കി വച്ചിട്ട് വേണം നിങ്ങൾക്ക് ഓർഡർ ഫ്ലോ സെറ്റിങ്സ് ചെയ്യാൻ വേണ്ടി. ഇപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെച്ചേക്കുക. ഇവിടെ പോവുക, റൈറ്റ് സൈഡിൽ റീപ്ലേയുടെ അപ്പുറത്ത് സെറ്റിങ്സ് കാണും. ആ സെറ്റിങ്ങിനകത്ത് ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്ത് ഓട്ടോ മോഡ് ഓണാക്കുക, ഫോർമാറ്റ് വോളിയം ഓണാക്കുക, ഓട്ടോ ലോഡ് സൈസ് 3 ഓണാക്കിയതിന് ശേഷം സെറ്റിങ്സിലേക്ക് വരിക. സോ ഇത് കഴിഞ്ഞതിന് ശേഷം ഇംബാലൻസിൻ്റെ അവിടെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എന്ത് കാണാൻ പറ്റും, സെറ്റിങ്സ് കാണും. ഇവിടെ നമ്മൾ എന്തൊക്കെ സെറ്റിങ്സ് ചെയ്യണം, ലാസ്റ്റ് വാല്യൂ ഓണാക്കണം, ഷോ ക്ലസ്റ്റർ ഓണാക്കണം, എന്നിട്ട് താഴേക്ക് ഇറങ്ങി വരുമ്പോൾ സമയത്ത് ബാക്ക്ഗ്രൗണ്ട് ഓണാക്കുക, ബാക്ക്ഗ്രൗണ്ട് റൈറ്റ് ക്ലിക്ക് എന്നിട്ട് ക്ലസ്റ്റർ ഓണാക്കി വെച്ചിരിക്കുക. ഞാനത് ഓണാക്കിയിട്ടുണ്ട്. POC മാർക്കർ ഓണാക്കിയ ഞാനിവിടെ വെള്ളയായതുകൊണ്ട് POC മാർക്കറും വൈറ്റ് വെച്ച് നമുക്ക് വച്ചിട്ടുണ്ട്. അപ്പോൾ POC മാർക്കർ ഇവിടെ ഓഫാക്കുമ്പോൾ ആ വൈറ്റ് ലെഫ്റ്റ് സൈഡിൽ പോകുന്നത് നിങ്ങൾ കാണുന്നുണ്ട്. അത് ഓണാക്കി ഞാൻ വൈറ്റ് കളർ കൊടുത്തിട്ടുണ്ട്. ഓളിയം POC എനിക്ക് ആവശ്യമില്ല, ബാക്കിയുള്ള കാര്യമൊന്നും ചെയ്ത് വെച്ചിട്ടില്ല. എന്നിട്ട് ഞാൻ താഴേക്ക് ഇറങ്ങിയതിന് ശേഷം ഞാൻ എന്ത് ചെയ്യുന്നതിന്
കോട്ട് മാർക്കർ ഓൺ ആക്കുന്നു. കോട്ട് മാർക്കർ ഓൺ ആക്കിയതിന് ശേഷം അതിനെ ടോപ്പ് ഓൺ ഹൈ വയ്ക്കുന്നു. എന്താണ്? അതിനെ ടോപ്പ് ഓൺ ഹൈ വെച്ച് കോട്ട് മാർക്കർ ഓൺ ആക്കുന്നുണ്ട്. അത് കോട്ട് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം. കമ്മിറ്റ്മെൻറ്റ് ഓഫ് ട്രേഡേഴ്സ് അഥവാ അഗ്രസീവ് ബയേഴ്സിനെ സൂചിപ്പിക്കുന്ന കാര്യമാണ്. എൻ്റെ ഓർഡർ ഫ്ലോ സീരീസിനകത്ത് കോട്ടിനെ കുറിച്ച് ഞാൻ പറഞ്ഞിട്ടുണ്ട്. താഴെ ഇറങ്ങിയതിന് ശേഷം ഷോ അബ്സല്യൂട്ട് വാല്യൂ. ഈ ഷോ അബ്സല്യൂട്ട് വാല്യൂ എപ്പോഴും ഓണാക്കി വെച്ചേക്ക്, അത് ആവശ്യമുണ്ട്. ഷോ അബ്സല്യൂട്ട് വാല്യൂ എന്ന് പറഞ്ഞ ഫിഗറും കൂടെ ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ ഓർഡർ ഫ്ലോയുടെ ഈ ക്യാൻഡിലുള്ള സെറ്റിങ്സ് കൃത്യമായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് നമ്മൾ ഓണാക്കി വെക്കേണ്ടത് കൃത്യമായി ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ഓർത്തുകൊള്ളുക. ഷോ ക്ലിക്ക് ചെയ്യുക, ലാസ്റ്റ് വാല്യൂ ക്ലിക്ക് ചെയ്യുക, ഷോ ക്ലസ്റ്റർ നോക്കുക, ഔട്ട് ഓഫ് ഫോൺ സൈസ് നോക്കുക, റേഷ്യോ എടുത്തതിന് ശേഷം ഇംബാലൻസ് 500 വയ്ക്കുക. എന്നിട്ട് ലെഫ്റ്റ് ബാക്ക്ഗ്രൗണ്ട് ക്ലസ്റ്റർ ഓണാക്കുക, റൈറ്റ് ക്ലസ്റ്റർ ഓണാക്കുക. ഓഫാക്കിയാൽ നിങ്ങൾക്ക് അങ്ങനെ മാറുന്ന കാണാം. അപ്പോൾ അത് ഓണാക്കി വെച്ചേക്കുക, കുറച്ചും കൂടി ഈസി ആയിരിക്കും. പിന്നെ POC മാർക്കർ ഓണാക്കി വെച്ചേക്കുക. ഞാൻ വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ ഉപയോഗിക്കാം. എന്നിട്ട് പിന്നെ ഓണാക്കേണ്ട കോട്ട് മാർക്കർ ഓണാക്കുക, അത് ടോപ്പ് ഓൺ ഹൈയിലേക്ക് വയ്ക്കുക. എന്നിട്ട് താഴെ ഷോ ഫിഗേഴ്സ് ഇൻ അബ്സല്യൂട്ട് വാല്യൂ. ഇത്രയും കാര്യങ്ങളായിരിക്കും നമ്മളെ ഒരു ക്യാൻഡിലിന് പകരം വരുന്ന ഇംബാലൻസിൻ്റെ കാര്യത്തിലേക്ക് നോക്കാൻ വേണ്ടി നിങ്ങൾ ഉപയോഗിക്കുന്നത്. സോ ഇതിന് നമ്മൾ ഇനി താഴത്തെ നിങ്ങൾ ഈ ഒരു സാധനം കാണുന്നുണ്ടോ? നിങ്ങൾ ഏതാണ് ഈ താഴത്തെ ഈ കാണുന്ന ഡേറ്റ സ്റ്റാറ്റിക്സ് ഒന്നുമല്ലോ, അതെടുക്കാൻ വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക? സ്റ്റഡിക്കകത്ത് പോയിട്ട് ഓർഡർ ഫ്ലോ ക്ലിക്ക് ചെയ്തിട്ട് ബാർ സ്റ്റാറ്റിക്സ് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഈ ബാർ സ്റ്റാറ്റിക്സോടെ ഓപ്പൺ ഇങ്ങനെ വരും. ഇതിനകത്ത് ഒരു സെറ്റിങ്സ് ലെഫ്റ്റ് സൈഡിൽ കാണും. നിങ്ങൾ നോക്കുമ്പോൾ ഇവിടെ കാണാൻ ഒരു സെറ്റിങ്സ് കാണാൻ പറ്റും. ആ സെറ്റിങ്സ് ക്ലിക്ക് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് കാര്യങ്ങൾ ഓണാക്കി വെക്കണം. എന്തൊക്കെയാണ് അതിൽ ഓണാക്കി വെക്കേണ്ട കാര്യങ്ങൾ? ഒന്ന്, വോളിയം എത്ര വരുന്നു എന്ന് നമുക്കറിയണം. ഓർഡർ ഫ്ലോയ്ക്കകത്ത് താഴോട്ട് വരുന്ന സമയത്ത് ഡെൽറ്റ മാർക്ക് ചെയ്യണം. ഡെൽറ്റ, അതിനുശേഷം നമ്മൾ ക്യുമുലേറ്റീവ് ഡെൽറ്റ മാർക്ക് ചെയ്യണം. അതിനുശേഷം കോഡ് ഹൈ മാർക്ക് ചെയ്യണം. അതിനുശേഷം കോഡ് ലോ നമ്മൾ മാർക്ക് ചെയ്യണം. അതിനുശേഷം പോയിന്റ് ഓഫ് കൺട്രോൾ മാർക്ക് ചെയ്യണം. ഇത്രയും കാര്യങ്ങൾ മാർക്ക് ചെയ്ത് താഴെ വന്നതിന് ശേഷം മാക്സ് ഡെൽറ്റ 3 വയ്ക്കുക, ഡെൽറ്റ ത്രെഷോൾഡ് 25% വയ്ക്കുക, 25 വയ്ക്കുക. എന്നിട്ട് ഷോ അബ്സല്യൂട്ട് നമ്പർ എന്താക്കി മാറ്റുക? ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ എക്സാക്ട്ലി ലോഡ് സൈസിൽ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ അത് നിങ്ങൾ മാറുമ്പോൾ നിങ്ങൾ ക്ലിക്ക് കൊടുക്കുമ്പോൾ അറിയണം 4.33K എന്നൊക്കെ പറയുന്നതാണ്. എന്താണ് ഈ K എന്നൊക്കെ ആലോചിച്ച് ബുദ്ധിമുട്ടുകൾ നല്ലത് നമുക്ക് എന്താണ് ഷോ അബ്സല്യൂട്ട് നമ്പർ കൊടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ലോഡ് സൈസ് വരും. ഇതാണ് ഓർഡർ ഫ്ലോയുടെ സെറ്റിങ്സും ചെയ്യേണ്ടത്. അപ്പോൾ ഓർഡർ ഫ്ലോയ്ക്കകത്ത് ഇംബാലൻസിന് സെറ്റിങ്സും ചെയ്യണം, ബാർ സ്റ്റാറ്റിക്സിന് സെറ്റിങ്സ് ചെയ്യണം. പക്ഷേ മാർക്കറ്റ് പ്രൊഫൈലാണ് എന്ത് മാത്രം ചെയ്താൽ മതി, മാർക്കറ്റ് പ്രൊഫൈൽ സെറ്റിങ്സ് മാത്രം ചെയ്യാതെ. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഗോ ചാർട്ടിങ്ങിൽ സെറ്റിങ്സ് ചെയ്യുന്നത്. അപ്പം ഗോ ചാർട്ടിങ്ങൾ നിങ്ങൾ എടുക്കാത്തവരാണെങ്കിൽ ഞാൻ എൻ്റെ വീഡിയോയുടെ അവിടെ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടാകും. അതിനകത്തൊരു കോഡ് കാണും. എന്ത് കോഡാണ്? ഈ കോഡ് കാണും. ഗ്രേറ്റ് ഈഗിൾ എന്ന് പറഞ്ഞാൽ ഒരു കോഡ് കാണും. ഈ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എന്താണ് കോഡ്? ഗ്രേറ്റ് ഈഗിൾ, GREATEAGLE എന്ന് പറഞ്ഞാൽ ഗ്രേറ്റ് ഈഗിൾ എന്നൊരു കോഡ് കാണും. ഈ കോഡ് നിങ്ങൾ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ നിങ്ങൾക്ക് ഫസ്റ്റ് മന്ത് 20% ഓഫർ കിട്ടും. പിന്നെ അതിനുശേഷം എന്തെങ്കിലും നല്ല കിട്ടുന്ന ഓഫേഴ്സ് വരുമ്പോൾ നിങ്ങൾക്ക് നേരത്തെ ഒരു ഇൻഡിക്കേഷൻ കൃത്യമായിട്ട് ഗോ ചാർട്ടിങ് തരുന്നതാണ്. സോ ഇത് കൃത്യമായിട്ട് മാർക്ക് ചെയ്ത് സെറ്റിംഗ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. സോ വീഡിയോ കാണുക, ഗോ ചാർട്ടിങ് എടുക്കാൻ ശ്രമിക്കുക, സെറ്റിങ്സ് മാർക്ക് ചെയ്യുക, എൻ്റെ റെഫറൽ കോഡ് കൊടുക്കുക. എല്ലാവർക്കും നല്ലൊരു ഞായറാഴ്ച നേർന്നുകൊണ്ട് ഈ വീഡിയോയിൽ സൈൻ ഓഫ് ചെയ്യുന്നു. നിങ്ങളുടെ സ്വന്തം വിഷ്ണുഗുപ്തൻ. ചാനൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനിയും ഇതുപോലെ വീഡിയോ ചെയ്യാൻ എനിക്ക് എനിക്ക് നല്ലൊരു സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കുന്നു. ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.